وعن عوس بن عوس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن من أفضل أيامكم يوم الجمعة فأكثروا علي من الصلاة فيه فإن صلاتكم معروضة علي. رسول الله പറയാണ് إن من أفضل أيامكم يوم الجمعة, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് യൗമുൽ ജുമുഅയാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. فأكثروا علي من الصلاة فيه, അന്നേ ദിവസം എന്റെ മേലെ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. فإن صلاتكم معروضة علي, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്റെ മേലെ എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും, ഞാനത് കാണും, ഞാനത് അറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സൃഷ്ടി എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ ചില അസറുകളിൽ നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആദ്യമായി തെരഞ്ഞെടുത്ത റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാതിമുൻ നബിയായിട്ട് അള്ളാഹു തആല തെരഞ്ഞെടുത്തതാണ്. വളരെയധികം ശ്രേഷ്ഠതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റുള്ള പ്രവാചകന്മാരിൽ തന്നെയും. പിന്നെ സൃഷ്ടികളുടെ ബാക്കിയുള്ള സൃഷ്ടികളുടെ വിഷയത്തിൽ പറയേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മലഉൽ അലയിൽ മലക്കുകളുടെ മുൻപിൽ അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പുകഴ്ത്തി പറയുന്ന, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്ത് ചൊരിയുന്നുണ്ട്. മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ ഫളലുകൾ പറയുന്നുണ്ട്. അള്ളാഹു തആല നമ്മളോട് വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ സ്വലാത്തും സലാമും ചൊരിയുക എന്നുള്ളത്. ഒരുപാട് മഹത്വമാണ് സ്വലാത്തിന്. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ്. സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരുത്തന്റെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണമാണ്, അവന്റെ ഖൽബിന്റെ ഞെരുക്കങ്ങൾ ഒഴിവാകാനുള്ള കാരണമാണ്. തസ്ബീഹും തക്ബീറും തഹ്ലീലും തഹ്മീദും പോലെയുള്ള ദിക്റുകൾ കഴിഞ്ഞാൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. അതുപോലെ തന്നെ നമ്മുടെ ദുആകളിൽ എത്രത്തോളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നുവോ അത് അത്രത്തോളം നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരാനുള്ള കാരണമാകും. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച കാണാം, ദുആ ആണോ ഉത്തമം അതോ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണോ ഉത്തമം? നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടുന്ന ദുആ ആണോ ഉത്തമം, അതോ അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യുന്ന ദിക്റിന്റെ ലഫ്ളുകൾ, തസ്ബീഹും തഹ്മീദും അത് ചൊല്ലലാണോ ഉത്തമം എന്ന് കാണാം. അതിൽ വലിയ വിഭാഗം ഒരു പണ്ഡിതന്മാർ പറഞ്ഞത് ദിക്റാണ് അഫ്ളൽ എന്നാണ്. കാരണം ദുആ എന്നുള്ളത് അവന്റെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കലാണ്. എന്നാൽ ദിക്ർ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്വം അവൻ പുകഴ്ത്തുകയാണ്, അവൻ വാഴ്ത്തുകയാണ്, പ്രത്യേകിച്ച് ഒരു ആവശ്യം ഉണ്ടായിട്ടല്ല. അപ്പോ ഇങ്ങനെയുള്ള ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുന്നു. ഹദീസുകൾ വന്നിട്ടുണ്ട്, സ്വലാത്ത് നമ്മൾ ദുആയിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളല്ലാതെ തന്നെ അള്ളാഹു തആല നിറവേറ്റി നൽകുന്നതാണ്. നമ്മൾ ചോദിക്കേണ്ട ആവശ്യം അള്ളാഹു തആല നമുക്ക് ഉത്തമമായി തന്നെ നിറവേറ്റി തരുന്നതാണ്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് മഹത്വങ്ങൾ സ്വലാത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ഏതു സമയത്തും വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് സയ്യിദുൽ അയ്യാം, ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിവസം, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ധാരാളം നമ്മൾ സ്വലാത്ത് ചൊല്ലണം. നമുക്ക് കഴിവിന്റെ പരമാവധി എത്രത്തോളമാണോ അത്രത്തോളം. സലഫുകളിൽ ചിലർ നാം അത്ഭുതപ്പെട്ടു പോകും. 1000 അല്ലെങ്കിൽ ആ എണ്ണാൻ വേണ്ടി, ആ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി അന്നേ ദിവസം, കാരണം അന്നേ ദിവസം മറ്റെന്തിനേക്കാൾ ഉത്തമമായിട്ടുള്ള ദിക്ർ എന്താണ്? സ്വലാത്താണ്. ഓരോന്നിനും സമയം ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ഉത്തമമായിട്ടുള്ള കാര്യം എന്താണ്? ദുആ ആണ്. ആ സമയത്ത് ഖുർആൻ പാരായണത്തിനേക്കാൾ ഉത്തമം എന്താണ്? ദുആ ആണ്. ഖുർആൻ പാരായണം ശ്രേഷ്ഠതയുള്ള കാര്യമാണ്, പക്ഷെ അവിടെ ദുആ ചെയ്യാനുള്ള പ്രത്യേകമായിട്ടുള്ള സമയമാണ്. അതുപോലെ വെള്ളിയാഴ്ച ദിവസം മറ്റെന്തിനേക്കാളും, ഒരാൾ തസ്ബീഹ് ചെല്ലുന്നുണ്ട്, തഹ്മീദ് ചെല്ലുന്നുണ്ട്, അതെല്ലാം ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ എല്ലാം വെള്ളിയാഴ്ച ദിവസം ഏതാണ് ഉത്തമം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ സ്വലാത്ത് ചെല്ലലാണ്. അതുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചെല്ലാൻ നാം ശ്രദ്ധിക്കുക.